കുവൈറ്റ് മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. മദ്യത്തിൽ അമിതമായ തോതിൽ മെഥനോൾ ചേർത്തതാണ് ദുരന്തത്തിന് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 13 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം. ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ഈ മദ്യദുരന്തത്തിൽ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അൽ അഹമ്മദി ഗവർണറേറ്റിലെ പല ആശുപത്രികളിലായിട്ടാണ് മൃതദേഹങ്ങളുള്ളത്. പല ആശുപത്രികളിലായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം പ്രവാസികളുടെ സ്വദേശത്തേക്ക് അയക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം, ശക്തമായിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട്. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ളത്. അതിനുള്ള നടപടികൾ ഇന്ത്യൻ എംബസിയുടെ ഒക്കെ ഇടപെടലോടുകൂടി ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ഏതായാലും 13 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 31 പേർ വെന്റിലേറ്ററിൽ കഴിയുന്നുണ്ട്. 21 പേരുടെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടോ ഭാഗികമായോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 63ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഏറ്റവും അധികം പേർ ഇന്ത്യക്കാർ തന്നെയാണ്. മലയാളികളുടെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് അറിയില്ല. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. എങ്കിൽ പോലും മരിച്ചവരിൽ 6 മലയാളികളുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നുണ്ട്. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. 2 പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കൂടുതൽ ആളുകൾക്ക് വേണ്ടി വലിയ സംഘമാണ് ഇത് നടത്തിയിരുന്നത്. കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും മറ്റ് നടപടികളുമൊക്കെ പുരോഗമിക്കുകയാണ്. ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ആരോഗ്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്.